നമസ്കാരം, തടൈ ന്യൂസിലേക്ക് സ്വാഗതം. തൃശൂർ നഗരമധ്യത്തിലെ KSRTC ബസ് സ്റ്റാൻഡിന് സമീപത്തെ ലോഡ്ജിൽ യുവതിയെയും നവജാത ശിശുവിനെയും മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ നിർണായക വഴിത്തിരിവ്. തൃശൂർ എടമുട്ടം സ്വദേശിയായ ജ്യോതി 30 പ്രസവത്തിനിടെ മരിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം. മുറിക്കുള്ളിൽ വിവസ്ത്രയായ നിലയിലായിരുന്നു യുവതിയുടെ മൃതദേഹം. സമീപത്ത് തന്നെ നവജാത ശിശുവിന്റെ മൃതദേഹവും കണ്ടെത്തി. യുവതിയെ ലോഡ്ജിലെത്തിച്ച തൃശൂർ സ്വദേശിയായ ഓട്ടോ ഡ്രൈവറെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. കഴിഞ്ഞ 27 ഉച്ചയ്ക്ക് 2:30 ഓട്ടോ ഡ്രൈവറോടൊപ്പമാണ് ജ്യോതി ലോഡ്ജിലെത്തി മുറിയെടുത്തതെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അന്ന് യുവതിക്കൊപ്പം കുഞ്ഞുണ്ടായിരുന്നില്ല. മുറിയിലെത്തിയ ശേഷമാണ് പ്രസവം നടന്നതെന്നും തുടർന്ന് അമ്മയും കുഞ്ഞും മരിക്കുകയായിരുന്നുവെന്നും അന്വേഷണ സംഘം വ്യക്തമാക്കുന്നു. പ്രസവശേഷം ആവശ്യമായ വൈദ്യസഹായം ലഭിക്കാത്തതിനാലാകാം മരണകാരണമെന്ന് പോലീസ് സംശയിക്കുന്നു. ഇൻക്വസ്റ്റ് നടപടികളിലും പ്രസവത്തിനിടെയാണ് ജ്യോതി മരിച്ചതെന്ന സൂചനകളാണ് ലഭിച്ചിട്ടുള്ളത്. കൃത്യമായ മരണകാരണം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ച ശേഷമേ സ്ഥിരീകരിക്കാനാകൂ. ലോഡ്ജ് രേഖകൾ പ്രകാരം മുറിയെടുത്തതിനു പിന്നാലെ ഞായറാഴ്ച ജ്യോതിയെ കാണാൻ ഓട്ടോ ഡ്രൈവർ വീണ്ടും എത്തിയിരുന്നു. പിന്നീട് പുറത്തുപോയ ഇയാൾ വീണ്ടും തിരിച്ചെത്തിയതായും അന്വേഷണത്തിൽ വ്യക്തമായി. തുടർന്ന് ഫോണിൽ ബന്ധപ്പെടാൻ കഴിയാതിരുന്നതോടെ ചൊവ്വാഴ്ചയും ഇയാൾ വീണ്ടും എത്തി. വാതിൽ തുറക്കാത്തതിനെ തുടർന്ന് ലോഡ്ജ് മാനേജർ പോലീസിനെ വിവരം അറിയിച്ചു. പോലീസ് എത്തി വാതിൽ തുറന്നപ്പോഴാണ് അമ്മയെയും നവജാത ശിശുവിനെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മുറി അകത്തു നിന്ന് കുറ്റിയിട്ട നിലയിലായിരുന്നതിനാൽ കൊലപാതക സാധ്യത പോലീസ് തള്ളിക്കളഞ്ഞിട്ടുണ്ട്. അതേസമയം 2024 പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയെന്ന് ആരോപിച്ച് ഇതേ ഓട്ടോ ഡ്രൈവർക്കെതിരെ യുവതി പോലീസിൽ പരാതി നൽകിയിരുന്നുവെന്നും പിന്നീട് ഇരുവരും കേസ് ഒത്തുതീർപ്പാക്കിയിരുന്നുവെന്നും അന്വേഷണത്തിൽ വ്യക്തമായി. നിലവിലെ ഗർഭധാരണത്തെക്കുറിച്ച് തനിക്ക് അറിവില്ലായിരുന്നുവെന്നാണ് ഓട്ടോ ഡ്രൈവർ പോലീസിന് നൽകിയ മൊഴി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങളും ലഭിച്ച ശേഷമാകും മരണത്തിലേക്ക് നയിച്ച സാഹചര്യങ്ങളെക്കുറിച്ച് കൂടുതൽ വ്യക്തത ലഭിക്കുക. ന്യൂസ് ഡെസ്ക് തടൈ ന്യൂസ്.